വാഹനാപകടത്തിൽ പരിക്കേറ്റ തെരുവുനായ ചികിത്സാ പിഴവ് മൂലം ദുരിതം അനുഭവിക്കുന്നുവെന്ന പരാതിയുമായി എത്തുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. കാലിലിട്ട കമ്പി മാംസം തുളച്ച് പുറത്തു വന്ന നിലയിലാണ്. നട്ടലിലെ ഒടിവ് ജില്ലാ മൃഗാശുപത്രി അധികൃതർ ശ്രദ്ധിച്ചില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. ഈ തെരുവുനായ ആക്രമണത്തിനിടയിലാണ് അത്തരത്തിലൊരു പരാതി കൂടി വരുന്നത്. ഗോപാൽ ശിലാസനൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇക്കഴിഞ്ഞ ജനുവരി 2-ാം തീയതി കൊല്ലം നഗരത്തിൽ വെച്ചാണ് ഈ തെരുവുനായ്ക്ക് വാഹനാപകടം സംഭവിക്കുന്നത്. ആ വാഹനാപകടത്തിൽ കാര്യമായ പരിക്കേൽക്കുകയും പരിക്കേറ്റതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഈ നായ അന്ന് രാത്രിയിൽ തന്നെ ആ ജില്ലാ മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ നായ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ അത് അവർ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഉണ്ടായത്? ശരിക്കും ഇതിനവിടെ നമ്മൾ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ചാലമൂട് ഡോഗ് കെയർ എന്ന് പറഞ്ഞൊരു നമ്മളെ ഗവൺമെന്റ് സെന്റർ ഉണ്ട്, അങ്ങോട്ടാണ് മാറ്റിയത്. ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതിന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഇത് വേദന കൊണ്ടുവരുന്ന പൊളയുന്നതാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും ഒരിത് തോന്നി, ഇതെന്തുവാണ് ഇത്രയും ചെയ്തിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഈ ഡോഗ് റെസ്ക്യൂവിനൊക്കെ പോകുന്ന ഒരു പുള്ളിക്കാരുണ്ട്, ഫൈസലോ എന്ന് പറഞ്ഞ പുള്ളൂർ. അങ്ങനെ പുള്ളിക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി ഡോഗിനെ കൊണ്ടുപോകാം എന്ന് ഏറ്റ് അങ്ങനെ പുള്ളി കൊണ്ടുപോയപ്പോൾ പുള്ളിക്ക് തോന്നിയ സംശയത്തിലാണ് പുള്ളി ഇവിടെ കൊയിലോൺ ഈ കയറി വന്നിട്ട് അതിൻ്റെ ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുന്ന ടൈമിലാണ് കണ്ടെത്തുന്നത് ഈ ചെയ്തു വെച്ച ഓപ്പറേഷൻ്റെ കമ്പി പൊത്ത് വെളി വന്നതും ഈ നായക്ക് നട്ടലിന് 2 വശവും പൊട്ടലും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോഴാണ് കണ്ടെത്തുന്നത്. ഇതൊന്നും ഈ ജില്ലാ ആശുപത്രി ഡോക്ടർമാർ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സൂചിപ്പിക്കുകയോ ചെയ്തില്ല. കൊണ്ട് ചെന്നപ്പോൾ തൊട്ടേ അവർക്കാണെങ്കിൽ ഇതിനെ എടുക്കണോ എന്നുള്ളൊരു താല്പര്യത്തോടല്ല അവർ നിന്നത്. അവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം പറ്റത്തില്ല, എടുക്കാനുള്ള സൗകര്യമില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവസാനം നമ്മളെ കൗൺസിലറിനെ വിളിച്ച് കൗൺസിലർ ഇവിടെ വന്ന് ഇടപെട്ടാണ് അതിനുള്ള സജ്ജീകരണം നമുക്ക് ചെയ്തു തന്നത്. അപ്പം നമ്മൾ ആരെങ്കിലും കൂടെ നിൽക്കണമെന്ന് പറയും, ഓക്കെ ഞങ്ങൾ കൂടെ നിൽക്കുക, എന്തായാലും ഇവിടെ വരെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ നിന്നിട്ടാണ് ഇത്രത്തോളം ചെയ്തത്. എന്നിട്ടും അവരുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു അനാസ്ഥ വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ്. നമ്മൾ അത് രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. അപ്പം അത്രയും മെനക്കെട്ട് നമ്മൾ നിന്ന് എല്ലാം ചെയ്ത് അതിനൊരു ഷെൽട്ടറിലേക്ക് നമ്മൾ വെച്ചാൽ സേഫായി ഓക്കെ ആയി. ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം മെഡിസിൻ കൊടുക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരിക്കലും ഓക്കെ ആയിട്ടില്ല എന്നുള്ളത്. ഈ സ്വകാര്യ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടി നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് നിലവിലെ ഈ നായയുടെ അവസ്ഥ? നിലവിൽ ആള് റിക്കമെൻഡ് ആണ്. ഫ്രാക്ചർ ഉണ്ട്, വെർട്ടിബ്രൽ കോളത്തിന് ഫ്രാക്ചർ ഉണ്ട്, ഫോർ ലിംബിൽ റേഡിയസ് ആൾന ബോൺസിനും ഫ്രാക്ചർ ഉണ്ട്. റീസർജറി ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പം ഇട്ടേക്കണ പിന്നെ ഊരിയിട്ട് പുതുതായിട്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർ ലിംബിലെ ഫ്രാക്ചർ നമുക്ക് സർജറി ഒക്കെ ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. വെർട്ടിബ്രൽ കോളത്തിന്റെ ഫ്രാക്ചർ കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ്. അത് ആളെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചും കൂടെ ഇരിക്കും. അപ്പോൾ ഇതില് നിങ്ങൾ പരാതിയുമായി പോകാൻ ആലോചിക്കുന്നുണ്ടോ? പരാതിയായിട്ട് പോകാനാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി ഇത് കണക്കത്തെ പരിപാടി തന്നെയായിരിക്കും ഇവരൊക്കെ ചെയ്യാൻ പോകുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ചെറുപ്പക്കാരുടെ ഒരു തീരുമാനം. കാരണം ഇനി മറ്റൊരു നായ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബൂത്താറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.